എല്ലാവർക്കും നമസ്കാരം. കുറേ അനുഭവം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം മെമ്പർഷിപ്പ് എടുത്ത ചേച്ചി ഒരനുഭവം അയച്ചു തന്നിട്ടുണ്ട്. 2 എണ്ണം. അതിലൊന്ന് ഞാൻ ഇന്ന് പറയാം, ഒന്ന് അടുത്ത ആഴ്ച പറയാമെന്നാണ് പറഞ്ഞത്. സംഗീത ചേച്ചിയാണ്. നമസ്കാരം ശ്രീകാന്ത് സാർ. എൻ്റെ പേര് സംഗീത. ഞാനൊരു വർഷത്തോളമായി ത്രിമധുരത്തിലെ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ എല്ലാ മതത്തിലും ദൈവങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഭഗവാന്റെ ഓരോരോ കഥകൾ കേൾക്കുമ്പോൾ ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും ഏറി വരികയാണ്. ഈ കാലയളവിനിടയിൽ എനിക്ക് വലുതും ചെറുതുമായ 3-4 അനുഭവങ്ങളുണ്ടായി. അതെല്ലാം ത്രിമധുരത്തിൽ പറയണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു. കുറച്ച് താമസം വന്നെങ്കിലും എനിക്കും അതിനുള്ള അവസരം തന്നു. ഭഗവാനോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. ആദ്യമായിട്ടുണ്ടായിട്ടുള്ള എൻ്റെ അനുഭവം തന്നെ ഞാനിവിടെ പറയാം. എൻ്റെ മകൾക്ക് ഒരു തുലാഭാര നേർച്ച ഞാൻ നേർന്നിരുന്നു. അതിനായി എനിക്ക് മകളെ കൂട്ടി പോകുവാൻ കുറേ തടസ്സങ്ങളുണ്ടായി. ഭഗവാനെ കാണാൻ ഒരുങ്ങുമ്പോഴെല്ലാം ഓരോരോ മുടക്കങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കെ മകളുടെ കൂട്ടുകാരിയുടെ ചേച്ചിയുടെ വിവാഹ ചടങ്ങിന് പോകാനുള്ള ഒരവസരം ഉണ്ടായി. അത് ഷൊർണൂരാണ്. ഗുരുവായൂരിലെ മകളുടെ മറ്റൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ തങ്ങിയിട്ട് രാവിലെ പുറപ്പെടാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എൻ്റെ മനസ്സിൽ ഗുരുവായൂർ എത്തുമ്പോൾ ഭഗവാനെ കാണാതെ എങ്ങനെ കല്യാണത്തിന് പോകുമെന്നായി ചിന്ത. പോരെങ്കിൽ മകളെ കൂട്ടി ഗുരുവായൂരിലെത്തി ഭഗവാന്റെ നേർച്ച ചെയ്യണമെന്ന ആഗ്രഹം കൂടിയായപ്പോൾ ഞാൻ ഇതൊന്ന് മകളുടെ കൂട്ടുകാരിയോട് എങ്ങനെ പറയുമെന്നായി ചിന്ത മുഴുവൻ കേട്ടോ. അവൾക്ക് അതൊരു ബുദ്ധിമുട്ടായാലോ. അപ്രതീക്ഷിതമായി മകളുടെ കൂട്ടുകാരി എന്നോട് ചോദിക്കുകയാണ്, ആൻറ്റിക്ക് ഗുരുവായൂർക്കോ വടക്കുന്നാഥന്റെ അമ്പലത്തിലോ പോണോന്നൊരു ചോദ്യം. ഇത് കേട്ട് എനിക്ക് സന്തോഷം അടക്കാനായില്ല. മറ്റൊന്നും ചിന്തിച്ചില്ല. മോളുടെ കൂട്ടുകാരിയോട് എൻ്റെ ആഗ്രഹം അറിയിച്ചു. അതിനെന്താ ആൻറ്റി, നമുക്ക് പോവാലോ എന്ന് പറഞ്ഞു. പിന്നീട് പോകാനുള്ള ഒരുക്കങ്ങളായി. എത്രയും വേഗം കണ്ണനെ കാണണം എന്ന ചിന്ത മാത്രമായി മനസ്സിൽ. ബസ്സൊക്കെ ബുക്ക് ചെയ്തു. ആ ദിവസം വൈകുന്നേരം ഞങ്ങൾക്ക് എത്തേണ്ടിയിരുന്നത്. അവിടെയും ഭഗവാന്റെ പരീക്ഷണങ്ങളായിരുന്നു. റോഡിൽ വർക്ക് കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ലേറ്റായി. അപ്പോഴേക്ക് വീണ്ടും വിഷമമായി. അങ്ങനെ പോകുന്ന വഴിയിൽ ഉടനീളം ഭഗവാനോട് പ്രാർത്ഥിക്കുമായിരുന്നു. മോളുടെ കൂട്ടുകാരിയുടെ അച്ഛൻ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിച്ചു കേട്ടോ. വേഗം ഫ്രഷായി ഞങ്ങൾ ഗുരുവായൂർക്ക് പുറപ്പെട്ടു. അപ്പോഴേക്കും സമയം 7:45 പുറപ്പെടുന്ന സമയം ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ, ശിവേലി കണ്ടു തൊഴാനുള്ള ഭാഗ്യം ഉണ്ടാകണേന്ന്. വളരെ വേഗത്തിൽ വാഹനം ഓടിച്ച് ഞങ്ങളുടെ കൃത്യസമയത്ത് തന്നെ ഗുരുവായൂരിൽ എത്തിയിട്ടോ. 9:15 എത്തിച്ചു. ആ കുടുംബവും ഞാനും മോളും ഭഗവാനെ നല്ലവണ്ണം ദർശിച്ചു, തൊഴുതു പ്രാർത്ഥിച്ചു. മോളുടെ തുലാഭാരം നടത്താൻ വേഗം എനിക്ക് സാധിക്കണേ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ മടങ്ങി. മോളുടെ കൂട്ടുകാരിയോടും അച്ഛനോടും മറ്റും അംഗങ്ങളോടും ഞാൻ അത്യധികം കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈ സമയത്തിലൊന്നും ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. എനിക്ക് വേറെ ഒരു അനുഭവം ഉണ്ടായി. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ശ്രീകാന്ത് സാർ, എനിക്ക് ഇനിയും അനുഭവങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഇത്രയും ദീർഘിപ്പിച്ചതിന് ഓരോന്നായിട്ട് എഴുതി ഞാൻ പോസ്റ്റ് ചെയ്യാം. തീർച്ചയായും ഇത് വായിക്കുന്നു വിശ്വസിക്കുന്നു. സാറിനും കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ കഥ. അങ്ങനെ ആദ്യത്തെ അനുഭവം ചേച്ചിയുടെ പറഞ്ഞിരിക്കുകയാണ്. ചേച്ചി കൂട്ടിയാണ് എഴുതിയത് മലയാളം. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് തപ്പിപ്പോയത് അതുകൊണ്ടാണ്. പക്ഷേ എല്ലാം മനോഹരമായിട്ട് കേൾക്കാൻ സാധിച്ചു എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താ കഥ. അങ്ങനെ ചേച്ചി മെമ്പറാണ് പുതിയ. അപ്പം വേറെ എന്താ വിശേഷം? വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ അനുഭവം അയക്കുക കേട്ടോ. എന്നിട്ട് കാത്തിരിക്കാം. ഹരേ കൃഷ്ണ.